ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടി. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ പലരും നമ്മുടെ ബ്രീത്തിങ് മെഡിറ്റേഷൻ എക്സസൈസ് ചെയ്ത് വന്നവരാണെങ്കിൽ, അത് പ്രാക്ടീസ് ചെയ്ത് വന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ബ്രീത്തിങ് മെഡിറ്റേഷൻ ഓക്കെ ആക്കി കുറെ ദിവസമായിട്ട് ചെയ്യുന്നവർക്ക് ചെറുതായിട്ടൊന്ന് ഇതിൽ ഫോക്കസ് കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ബ്രീത്തിങ് മെഡിറ്റേഷന്റെ സംഭവം അതിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കൃത്യമായിട്ടൊന്ന് ഇരുന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഏത് മെഡിറ്റേഷനും ചെയ്യാൻ നിങ്ങൾ സെറ്റ് ആവും. യെസ്, ഓക്കെ. അപ്പോ ഇന്നലെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് സെൽഫ് ലവിനെ കുറിച്ചിട്ട് സംസാരിക്കാം. അപ്പോ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇഷ്ടപ്പെടേണ്ടത് ആരെയാ? നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് നടക്കുക എന്നല്ല, നമുക്ക് ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കുടുങ്ങി പോവില്ല. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താൽ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഇരിക്കാനും ഒക്കെ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിനാദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിഷ്ടം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാണ്ടിരിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മളെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. മറ്റുള്ളവർ എന്തോ ആയിക്കോട്ടെ, മറ്റുള്ളവർ വെച്ചാല് ചില മിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. മക്കള് എന്താ പറയാ, പാരന്റിങ്ങിലൊക്കെ എപ്പോഴും പറയുന്നത്, പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ഗതി എന്റെ കുട്ടിക്ക് വരുമോ എന്നുള്ളത് പേടിയാണെന്ന്. ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റില്ല. എന്റെ കൂടെ പഠിക്കാത്ത കുട്ടികളൊക്കെ ഒരുപാട് പേര് അവരൊക്കെ ഉയരങ്ങളിൽ എത്തി എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഓക്കെ, താരതമ്യം മാത്രമേ ഉള്ളൂ എനിക്ക്. യെസ്, അത് നമ്മളെ പരാജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് തീർച്ചയാണ്. നമ്മളിങ്ങനെ, അത് നമ്മളെ സന്തോഷം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ലല്ലോ, ഞാൻ എത്ര പഠിച്ചിട്ടുണ്ടായിരുന്നു, അവരെന്റെ അത്ര ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് അവർ ആ ഉയരത്തിൽ എത്തിയില്ലേ, അങ്ങനെ എത്തിയില്ലേ, ഇങ്ങനെ എത്തിയില്ല. എക്സാമ്പിൾ ഞാൻ തന്നെ, എന്റെ കൂടെ ഉള്ളവർ നന്നായിട്ട് പഠിക്കുന്നവരുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വലിയ സംഭവമായി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ വെറും സീറോ ആയിരുന്നു. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ, എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിലൊരു വിശ്വാസം മീൻസ് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം മുതൽ. ഇതൊന്നും പഠിക്കാതെ തന്നെ ഞാൻ എന്ത് ചെയ്യായിരുന്നു, സെൽഫ് ലവും കാര്യങ്ങളും അതുപോലെ തന്നെ മിറർ ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇതിനെ കുറിച്ചിട്ടൊന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു. അതുപോലെ വിഷ്വലൈസേഷൻ, ഞാൻ അങ്ങനെ ഇരുന്ന് സ്വപ്നം കാണുമായിരുന്നു. എന്റെ കാര്യങ്ങൾ, എന്റെ ഭാവിയിൽ എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടിക്കാലത്ത് മീൻസ് +2 സമയത്ത് തന്നെ ഞാൻ, എന്റെ സ്റ്റോറി ഞാൻ പലപ്പോഴും ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. +2 കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ കെട്ടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. കെട്ടിച്ച് വിട്ടിട്ട് ബാപ്പാക്ക് ഭയങ്കരമായിട്ട് കല്യാണം പെട്ടെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് മുതലേ കാണാൻ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എന്റെ സ്റ്റോറി ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ +2 കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേ എൻ്റെ ഉള്ളിൽ ഞാൻ തീരുമാനിച്ചതാ ഞാനൊരു ടീച്ചർ തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു കസിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ഞാൻ എന്തായാലും ടീച്ചർ, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബെറ്റ് വെച്ച ഈ ഒരിക്കലും ടീച്ചർ ആവില്ല. പക്ഷേ അത് ഏത് ഇയറാന്ന് ചോദിച്ചാൽ 2012-13 ആ ഇയറ. പക്ഷെ ഇന്ന് ഞാൻ ഒരു ടീച്ചറാണ്, ഡാഫോഡിൽസ് ലേണേഴ്സ് അക്കാദമിയുടെ ഒരു ഫൗണ്ടർ കൂടിയാണ് എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ എത്ര വർഷമായി വെച്ചാല് 7 വർഷത്തോളമായി ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ അത് എന്നിലുള്ള ഒരു വിശ്വാസം, ഞാൻ അത് സ്വപ്നം കണ്ട് നടന്നത് കൊണ്ടാണ്. അന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഞാൻ പോവുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ അങ്ങനെയാണ്, +2 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തിപ്പെടാൻ പോകുന്നില്ല. കാരണം +2 കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെ അവിടുന്ന് മോളായി അവൾക്ക് 2 വയസ്സായതിനു ശേഷമാണ് ഞാൻ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ മുന്നേ ഞാൻ ഇങ്ങനെ സ്വപ്നം, ഞാൻ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്, തെസ്നി നീ സൂപ്പർ ആണ് കേട്ടോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തന്നെ ഒരു പേര് കുട്ടികൾ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന് പേരുള്ള ഒരു പുസ്തകം, ഒരു കഥ ഉണ്ടായിരുന്നു. മലയാള സെക്കൻഡിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട്, കറക്റ്റായിട്ട് ഞാൻ ഓർക്കണില്ല. അന്ന് മുതലേ ഞാനൊരു പേര് എനിക്ക് ഇട്ടതായിരുന്നു, അത് പ്രകാശം പരത്തുന്ന പെണ്ണ്. ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയുടെ അടുത്താണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുള്ളത്. അങ്ങനെ ആവുമ്പോൾ സന്തോഷം വന്നു കഴിഞ്ഞാലും സങ്കടം വന്നു കഴിഞ്ഞാലും ഞാൻ അവിടെ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും സന്തോഷം ഫീൽ ചെയ്യുള്ളൂ. ഓക്കേടാ, ഞാൻ എന്നോട് തന്നെ പറയും, ഓക്കേടാ ഒരു പ്രശ്നമില്ല, എല്ലാം സെറ്റ് ആവും കേട്ടോ, അടുത്ത ബെസ്റ്റ് ടൈം നിന്റെ വരാനായിട്ടുണ്ട് കേട്ടോ, ഓക്കെ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇന്നെ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കും കണ്ണാടിയുടെ മുന്നിൽ. അത് കുട്ടിക്കാലം മുതലേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്ന കാര്യം. അത് മിറർ ടോക്ക് ആണ്, മിറർ പ്രാക്ടീസ് ആണ് എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പൊ മൈൻഡ് പവർ പഠിച്ചപ്പോഴാണ്
ഞാൻ ഇതൊക്കെ അറിയുന്നത് എന്നുള്ളതാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് എന്തോ ആയിക്കോട്ടെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവരുമായിട്ട് താരതമ്യം ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഓരോരുത്തരും ഡയമണ്ട് ആണ് ഉള്ളിൽ, നമ്മൾ അകത്തേക്ക് നോക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഡയമണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത്. അന്നൊക്കെ ഞാൻ +2 കഴിഞ്ഞേക്കന്നെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇംഗ്ലീഷിനെ കുറിച്ച് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇംഗ്ലീഷ് പേടിയായതുകൊണ്ട് തന്നെ ഡിഗ്രിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ സത്യത്തിൽ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്, സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള. പിന്നെ പിന്നെ നമ്മൾ എല്ലാ കാര്യവും നിസ്സാരാണ്, സിമ്പിളാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളായിട്ട് എന്നുള്ളത്. ഇൻഷാല്ലാ ഒരു ഇന്റർനാഷണൽ ട്രെയിനർ ആവണം എന്നുള്ളത് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്താം. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ അതിന് പ്രാക്ടീസ് കൂടെ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അരമണിക്കൂർ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ, നിങ്ങളുടെ ആരുടെങ്കിലും ഒരു ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റിയെങ്കിലോ, കൂടാണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ആ യെസ് ഓക്കെ മിക്ക ആളുകൾക്കുള്ള പ്രശ്നമാണ്. പക്ഷെ നമ്മൾ കുട്ടികളുടെ പേരിലും ഈ കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ല, എന്റെ കുട്ടിക്ക് അത് കിട്ടാണ്ടാവോ എന്നുള്ള ഭയം നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കും അതിന്റെ ഇത് വരും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യം കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രീ ആക്കിയിട്ട് വിടണം. അവരായിട്ട് തന്നെ മുന്നിൽ, എന്റെ ഗതി കുട്ടി ആവർത്തിക്കോ എന്നുള്ള തോട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആവർത്തിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മക്കളെ കാര്യം അവിടെ ഫ്രീ ആക്കിയിട്ട് വിടുക. അവരുടേതായിട്ടുള്ള ലെവലിൽ അവര് വളർന്നു വരും കേട്ടോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഓരോ ഫിയർ കാര്യങ്ങളൊന്നും കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കരുത്. ഞാനൊരു പാരന്റിങ് കോച്ച് കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തേന്ന് ഇപ്പൊ പറഞ്ഞേ, പറയാനുള്ള കാര്യം, നമ്മൾ മറ്റുള്ളവരെ പറ്റി, നമ്മുടെ കൂടെ പഠിച്ചവരും വലിയ ഉയരങ്ങളിൽ എത്തിയവരൊക്കെ ഉണ്ടാവും, അവരായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. നിങ്ങൾ അതിന് ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ ടോക്ക്. കണ്ണാടിയുടെ മുന്നിൽ നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാ അറിയോ, സന്തോഷം വന്നു കഴിഞ്ഞാൽ, സങ്കടം വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്ന് പോയിരുന്നിട്ട് നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളുടെ കണ്ണിൽ നോക്കിയിട്ട് നിങ്ങളൊന്ന് ചിരിച്ചു നോക്കി. കുറച്ച് ടൈം നിങ്ങൾ അങ്ങനെ ആദ്യം നിങ്ങൾക്ക് വട്ടാണെന്നൊക്കെ തോന്നും, അത് ഉറപ്പാ. നിങ്ങൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ഒന്ന് നിന്നിട്ട് എന്ത് ചെയ്യാറ്, കുറച്ചു നേരം നിങ്ങളെ തന്നെ നോക്കിയിരുന്നിട്ട് ഒന്ന് ചേർത്ത് പിടിക്കാം. എടാ ഐ ലവ് യു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നില്ല, നിങ്ങളോട് തന്നെ പറയാം. എന്നിട്ട് നിങ്ങളുടെ കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടാവില്ലേ, ഒരു കഴിവില്ലാത്ത ഒരാളുണ്ടാവില്ലല്ലോ. ഏ ഐ എം ബ്യൂട്ടിഫുൾ, നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ, ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം ഹെൽത്തി, ഐ എം ഹാപ്പി, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ പറയാം. പിന്നെ നിങ്ങൾക്കുള്ള ചിലപ്പോൾ ചിലർക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാമായിരിക്കും, നന്നായിട്ട് മക്കളെ നല്ല രീതിയിൽ കൊണ്ടെടുക്കാൻ അറിയാമായിരിക്കും, മറ്റുള്ളവർക്ക് സ്നേഹം മാത്രം അങ്ങനെയുള്ള ഒരുപാട് കഴിവുകൾ നമ്മളിൽ ഉണ്ടാവും. പക്ഷേ നമ്മൾ എവിടെ എത്തിപ്പെടാത്തതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്വയം ഉരുകി ജീവിക്കുന്നവരുണ്ടാവും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 1% ഇന്നില് ആ ഒരൊറ്റ പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാനും കൂടിയാണ് നിങ്ങൾ ഈ അരമണിക്കൂർ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇവിടുന്ന് കിട്ടാണ്ടിരിക്കില്ല, ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് തന്നെ ഉള്ള ഒരു ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് ഈ ടോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തീരുമാനം ഇവിടുന്ന് എടുക്കുക, ഞാൻ ഒരിക്കലും ഇനി കുറ്റപ്പെടുത്തൂല എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ആദ്യം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം നിങ്ങളെ ഇഷ്ടപ്പെടാം. മറ്റുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടക്കാരും, അവർക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കും. പക്ഷെ നമ്മൾ നമ്മുടെ അകത്തേക്ക് പോകുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരൊക്കെ അങ്ങനെ ആയിപ്പോയി, ഇവരൊക്കെ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ വീട്ടിൽ കുടുങ്ങിപ്പോയി, അങ്ങനെയുള്ള ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് നമ്മൾ പലപ്പോഴും കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ എന്താന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയൂല. പല കഴിവുകളും നമുക്ക് ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ആ ഒരു തോട്ട് കൊടുക്കുക, എൻ്റെ കഴിവുകൾ എനിക്ക് കണ്ടെത്തണം. 2025 വരുന്നത് ആണല്ലോ. അപ്പൊ ഈ 2020 ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ അത് രാവിലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്, കറണ്ട് പോയ റബ്ബി, മാത്രമാണ് ഞാൻ എന്താക്കിയിട്ടുള്ളത്, അത് റെഡി ആക്കിയിട്ടുള്ളത്. കറണ്ട് പോയി തോന്നിട്ടാ, കറണ്ട് പോയ കട്ടാവും. യെസ് ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ആ വീഡിയോ കണ്ടിട്ട് എല്ലാം കേട്ട് ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് ഞാൻ മോർണിംഗിൽ ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇന്ന് മുതൽ പ്ലാൻ ചെയ്തതാണ്, ഒരു
കുഞ്ഞ രീതിയിൽ ഒരു ടോക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഒന്ന് നിങ്ങളൊന്ന് പോസിറ്റീവ് ആക്കി ഇരുത്തണം എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ ആ വോയിസ് അതിൽ റെക്കോർഡ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തത്. യെസ്, അപ്പോൾ ഇന്ന് ഞാൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കാര്യം, നമ്മൾ ഒരു പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾ ഇരുന്ന് അതിൽ വർക്ക് ചെയ്യാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ വന്നാണ്. അതില് ആ സംഭവം ഞാൻ ഇപ്പം പറയുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൽ നിങ്ങളൊന്ന് ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കും. 100% ഷുവറാ. കാരണം എൻ്റെതിൽ ഞാൻ അത്രയും ദിവസങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ കയ്യിൽ ഒരു നോട്ടും ഒരു ബുക്കും എന്നുണ്ടായിരുന്നു. പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇപ്പൊ മാത്രമൊന്നുമല്ല ആ നോട്ടും ബുക്കും ഒന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇരുന്നിട്ട് പ്ലാൻ ചെയ്യുക. ഞാൻ ഒരു കുഞ്ഞൊരു നോട്ട് ഇപ്പോൾ ഇവിടെ ഇല്ല, നോട്ടൊക്കെ പ്ലാൻ ചെയ്ത് 2025-ക്കുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി, നമ്മൾ ഫിനാൻഷ്യലി എങ്ങനെ ആയിരിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം, എല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് നമ്മൾ ഡെയിലി ഒന്നിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മൾ അവിടെ എത്തിപ്പെടും, നമ്മൾ അറിയാണ്ട് എത്തിപ്പെടും. അത് ഉറപ്പാ. അതാണ് എൻ്റെ ലൈഫിൽ ഈ ഒരു 2024 ഇത്രയും കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒറ്റ കാര്യം. ഡെയിലി ഓരോ കാര്യങ്ങൾ ഞാനിവിടെ വിഷൻ ബോർഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ വിഷൻ ബോർഡിൽ നോക്കിയിട്ട് ഓരോ കാര്യങ്ങളും അത് കിട്ടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ് ആ കാര്യങ്ങൾ കിട്ടിയത്. പിന്നെ കൂടാണ്ട് നമ്മൾ കിട്ടിയ കാര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും കാണൂല. മിക്ക ആളുകൾക്കുള്ള പ്രശ്നമാണ്, നമ്മുടെ ശ്വാസം ഒന്ന് നിന്ന് പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ കണ്ണ് കാണാണ്ടിരുന്ന് കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ? കുറച്ച് ടൈമെങ്കിലും നമ്മൾ കണ്ണടച്ചിരുന്നാൽ എന്തായിരുന്നു അവസ്ഥ? അതുപോലത്തെ ചെവി കേൾക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആവുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് പോലും നമ്മൾ നന്ദി പറയുന്നുണ്ടെങ്കിൽ വലിയ 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 കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് ഉള്ള കാര്യങ്ങളും കൂടെ ഇല്ലാതാവും എന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കിട്ടിയ കാര്യങ്ങൾക്കൊന്നും നന്ദി പറയാണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആ സ്വഭാവം നിങ്ങൾ ആദ്യം മാറ്റാം. രാവിലെ നേരത്തെ എണീക്കുന്ന ഒരു സ്വഭാവം കൂടെ നിങ്ങൾ ഉണ്ടാക്കുക. 5 മണിക്ക് എണീക്കാൻ പറ്റുന്നവര് 5 മണിക്ക് തന്നെ എണീക്കുക. 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ആദ്യം നിങ്ങളോട് തന്നെ, ഞാൻ ചെയ്യണ കാര്യം അതാണ് കേട്ടോ. കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക. ആദ്യം നിങ്ങളുടെ മുന്നിൽ തന്നെ ആ നീറ്റ ഉടനെ ആ ബെഡിൽ നിന്ന് നീക്കുമ്പോൾ തന്നെ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവണം കേട്ടോ. നമ്മൾ ചൊല്ലാറുണ്ടല്ലോ അൽഹംദുലില്ലാഹ്, അത് ചൊല്ലാറുള്ളവർ അത് ഡെയിലി നിങ്ങൾ ചൊല്ലണം. അതുപോലെ തന്നെ ആ ബെഡിൽ ഇരുന്നിട്ട് നിങ്ങൾ മലയാളത്തിൽ പറയാം, പുതിയൊരു ദിവസം തന്നതിന് നന്ദി പറയണം. നിങ്ങൾ നോട്ടൊക്കെ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മുടെ കൂടെ വന്നിരിക്കാൻ കേട്ടോ. ഓക്കെ, നോട്ട് നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. അതുകൊണ്ട് വേണം ഇവിടെ വന്നിരിക്കാൻ. പുതിയൊരു ദിവസം തന്നതിന് നന്ദി. ഇന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ കഴിയണേ. അതുപോലെ തന്നെ എൻ്റെ മുന്നിൽ വരുന്ന ഓരോരുത്തർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും മാത്രം കൊടുക്കാൻ എനിക്ക് പറ്റണേ നാഥാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇറക്കണ്ടല്ലോ, ആ ഒരു നീറ്റ് വരുമ്പോ പിന്നെ നമ്മൾ പോലും മക്കളടുത്തായിരിക്കും. എന്നിട്ട് മക്കളെ നല്ല രീതിയിൽ തന്നെ വിളിച്ചുണർത്താം. എന്റെ പൊന്നെ, എന്റെ മുത്ത എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ നിങ്ങൾ വിളിച്ചുണർത്തുമ്പോൾ അന്ന് ആ കുട്ടികളുടെ ഡേയും അടിപൊളിയാവും. അങ്ങനെ നിങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല. ഒരു സങ്കടം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ ചിന്തകളെ കുറിച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും തുടങ്ങുമ്പോൾ അത് സെറ്റ് ആവും. ഇൻഷാല്ലാ നെക്സ്റ്റ് സെഷൻ അതാക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. അപ്പൊ രാവിലെ നേരത്തെ എണീക്കുക. നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ബെഡിൽ ഇരുന്ന് തന്നെ കാര്യങ്ങൾ സെറ്റാക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ടു ഡു ലിസ്റ്റ് കാര്യങ്ങൾ ചെയ്യാത്തവര് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സമയമാകുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ തീർക്കും. പിന്നെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ അറിയോ? നമ്മൾ വെറുതെ കുറെ റീൽസും കാര്യങ്ങളും അതും ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ സമയം വെറുതെ വേസ്റ്റ് ആക്കി കുറേ പോണുണ്ടാവും. അനാവശ്യ സംസാരങ്ങളും ഓക്കെ, അനാവശ്യ സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ ദിവസം വെറുതെ പോകുന്നുണ്ടാവും. പിന്നെ അത് അനാവശ്യ ഫോൺ കോളുകൾ, ഫോൺ ചെയ്യണം, കാര്യങ്ങൾ സംസാരിക്കണം, ഒക്കെ ഓക്കെയാണ്. വെറുതെ നമ്മൾ ഫോൺ വിളിച്ചിരിക്കുക, വെറുതെ നമ്മൾ റീൽസ് കണ്ടിരിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറിയോ,
നമ്മൾ ഫുള്ളി പോസിറ്റീവ്, എൻ്റെ ഗ്രോത്തിന്, എൻ്റെ വളർച്ചയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാമോ എന്ന് വരുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാൻ പറ്റും, നിങ്ങളിലൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ നീറ്റ് 5 മണിക്ക് നീറ്റ് അറിയാൻ പാടില്ല കേട്ടോ. നീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അത് സെറ്റാക്കുക. അത് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അപ്പം തന്നെ തീരുമാനിക്കുക, ടു ഡു ലിസ്റ്റ് ഇന്ന് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഫേസാ ഞാൻ കാണിക്കുള്ളൂ. നിങ്ങൾ ചിരിച്ചോണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ ചിരിച്ച് 10 പേരുടെ നിങ്ങൾ ചിരിക്കാൻ ശ്രദ്ധിക്കാം, ചിരിച്ചോണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ. ചിരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വീഴ്ത്താനും തളർത്താനുള്ള ഒരു കഴിവുണ്ട്. എത്ര ഇതാണെങ്കിലും ആരെങ്കിലും നമ്മളെ അടുത്ത് തന്നെ ചിരിച്ചു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് എടോ എന്തൊക്കെയുണ്ടോ നിന്റെ വിശേഷം, സുഖല്ലടാ എന്ന് ചിരിച്ചോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താവും, അവിടെ വീണ് പോവാറുണ്ട് അല്ലേ. നമുക്ക് തിരിച്ച് സങ്കടം വരുമ്പോഴും ഓക്കെ അവരെന്റെ കൂടെ ഉണ്ട് എന്നുള്ള തോന്നൽ നമുക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾ തീരുമാനം 21 ഡേയ്സ് എങ്കിലും നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം കേട്ടോ. ഇത് 21 ഡേയ്സ് കഴിഞ്ഞിട്ട് നിർത്താനുള്ള സംഭവമല്ല, നിങ്ങളുടെ ലൈഫ് ലോങ് ചെയ്യാനുള്ള സംഭവം. അപ്പൊ ചിരിച്ചോണ്ട് ചിരിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അങ്ങനെ 10 പേരെടുത്തെങ്കിലും ഞാൻ ഇന്ന് ചിരിക്കും എന്നുള്ളതും എൻ്റെ ഹാപ്പി ഫേസ് മാത്രമേ ഇന്ന് കാണുള്ളൂ. നാളെ ചെയ്യേണ്ട കാര്യമാണ്. നാളെ രാവിലെ മുതൽ നിങ്ങൾ ഇത് പ്ലാൻ ചെയ്യും. എല്ലാവരും ജസ്റ്റ് നോട്ടുണ്ടെങ്കിൽ കുറിച്ച് വെച്ചോളിട്ടാ, മറന്നു പോവാണ്ടിരിക്കാനോ. അപ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് കിട്ടും, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുവരും. യെസ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ആദ്യം 5 മണിക്ക് എണീക്കുന്നു, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുന്നു, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എഴുതുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബെഡിലിരുന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഹാപ്പി ഫേസ്. എല്ലാവർക്കും ചിരിച്ചോണ്ട് നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ ഉണ്ട്, നമ്മൾ നീറ്റ് ചെല്ലുമ്പോൾ തന്നെ അവരുടെ അടുത്ത് എന്താ പാട്, അസ്സലാമു അലൈക്കും, എന്തൊക്കെയുണ്ട്, സുഖമല്ല എന്നൊക്കെ ചോദിച്ചാൽ നല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി. ഇങ്ങനെ അവരൊക്കെ ഒന്ന് കണ്ടുനോക്കി. അന്ന് എത്ര ചൂടുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ അന്നത്തെ അത് കണ്ടിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നല്ല ദേഷ്യക്കാരുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളെക്കാളും പ്രായമായ ആളുകൾ അവർക്ക് നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ അവർക്ക് അറിയുന്നത് ദേശത്തിന്റെ ഭാഷ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ദേശത്തിന്റെ ഭാഷയിൽ നമ്മളെ അടുത്ത് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മളെ എടാ എന്ന് വിളിച്ചു, എടാ എന്ന് വിളിച്ചു. അപ്പൊ എടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ആ ഇമോഷൻ എന്താണ്, ചൂടാണ്. പക്ഷെ നല്ല രീതിയിൽ നല്ലത് തരാനാണെങ്കിൽ ആണെങ്കിലോ ഒന്ന് ഇവിടെ വാ എന്ന് പറഞ്ഞു, ഒന്ന് ഇവിടെ വാ. അതിന്റെ ടൂണം നിങ്ങൾ നോക്കണം കേട്ടാ. ഒന്ന് ഇവിടെ വാ എന്ന് പറഞ്ഞു, ഒന്ന് ഇവിടെ വാ എന്ന് പറഞ്ഞു. ഒന്ന് ഇവിടെ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ, മൂന്ന് തരത്തിലല്ലേ. ഒന്ന് ഇവിടെ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, ആ ഞാൻ വന്നത് തന്നെ എന്നുള്ളൊരു ആ ലെവലല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ രീതിയായിരിക്കും പ്രായമായ ആളുകൾ ചിലപ്പോൾ, കാരണം അവർക്ക് കിട്ടിയ പാരന്റിങ് ആ രീതിയിലാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റിങ് ആണ്. അപ്പോൾ അതന്നെ ആയിരിക്കും അവർ നമ്മളടുത്തും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മളാണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളാണ് ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോരോ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അവരത് പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. പക്ഷെ അവർക്ക് നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ദേശത്തിന്റെ ഭാഷ ആണെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് സ്നേഹത്തിന്റെ ഭാഷ പറഞ്ഞു കൊടുക്കുക, സ്നേഹത്തിന്റെ ഭാഷയിൽ അവരുടെ അടുത്ത് സംസാരിക്കുക. ആ ഒരു ദേശത്തിന്റെ ഭാഷയിൽ നമ്മുടെ ഉള്ളിൽ ഇട്ട് തരുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ടാവും. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വിടവാന്ന് പറഞ്ഞ പോലെ ആ രീതിയിൽ പറയുമ്പോൾ ഒന്ന് പോടോ എന്ന് പറയേണ്ട ആ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ്. പക്ഷെ അതിൽ എന്താണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് കേൾക്കാൻ നമ്മൾ തയ്യാറാവില്ല. കാരണം ഓൾറെഡി അത് ഏത് നേരത്തും ചൂടാണ് എന്നുള്ള ആ മൈൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ നിന്നും മാറിയിട്ട് ഇതിൽ നിന്നും എനിക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, വേണ്ട കാര്യങ്ങൾ മാത്രം അകത്ത് എടുക്കാം. വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക, അത് അപ്പം തന്നെ കളയാവുന്ന എക്സ്കേപ്പ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ഷോർട്ടിൽ പറഞ്ഞ പോലെ ക്യാൻസൽ ചെയ്തിട്ട് വിടാം, മൈൻഡിക്ക് അങ്ങോട്ട് കയറ്റണ്ട. ഓക്കെ, സെറ്റ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഫാമിലിയുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആകാശത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണം കേട്ടോ. പ്ലാൻ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. പിന്നെ ഒരു വർഷത്തേക്ക് എന്തൊക്കെയാണ് നിങ്ങൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ രാവിലെ എണീറ്റ് ആ രാവിലത്തെ ആ ഒരു ആകാശം ഉണ്ടല്ലോ, അതൊന്ന് പോയിരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആകാശത്തേക്ക് നോക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളുടെ മനസ്സ് കൂടെ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഉണ്ടാവൂലേ, നിങ്ങൾക്ക് പുതിയത് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതും അങ്ങനെ പറയുക. അപ്പോൾ പലർക്കും ഉള്ള പ്രോബ്ലം ഉണ്ട്, എന്താണെന്നറിയോ, നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. അതിന് നമ്മൾ ക്യാഷ് ഇറക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. അത് പലർക്കും അറിയുന്നില്ല. അത് നമ്മളിപ്പോ ഒരു ചുരിദാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു 5000, കുറഞ്ഞതിന് 2000 രൂപയാണ് വരിക. ഇത് നമ്മൾ ഒരു 4-5 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കഥ കഴിഞ്ഞു.
പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു ഇതുണ്ടാവില്ല. പക്ഷെ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ട്, കാരണം എന്താ വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഞാനിപ്പോൾ ഈ കോച്ചിങ് പ്രോഗ്രാമിന് 4 ദിവസം കൊണ്ടാണ് ഞാൻ കോച്ചായിട്ട് ഇറങ്ങിയത്. അത് ഞാൻ 1,50,000, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്താ 1,50,000 വെച്ചിട്ട് ഈ 4 ദിവസം ഈ കലക്കി കുടിക്കാൻ പോവാണ് എന്നുള്ളത്. ശരിയാണ്, അവിടെ പോയിട്ട് ശരിക്കും കലക്കി കുടിച്ച പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അത്ര എനിക്കിപ്പോ ഒരു കുട്ടീനെ എങ്ങനെ നെർച്ചർ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ മൈൻഡ് റീപ്രോഗ്രാമിനെ കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ അപ്പോൾ ഈ പറയുന്ന അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളവര് നമ്മളെ തളർത്താനുള്ളവരുണ്ടാവും നമ്മളെ ചുറ്റും. അവര് നിങ്ങൾ നോക്കണ്ട. അതേപോലെ തന്നെ വലിയ വലിയ നിലയിൽ എത്തിയവരും ഉണ്ടാവും നമ്മളെ ചുറ്റും. അവരെന്ത് ചെയ്യണ്ട, നിങ്ങൾ നോക്കണ്ട. ഈ നമ്മളടുത്ത് നെഗറ്റീവ് പറയുന്ന ആളുകളെ കേട്ടിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുത്തേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യൂല, നമുക്ക് പരുന്തിനെ പോലെ പറക്കാൻ കഴിയൂല. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവര് ആയതിനെ കുറിച്ച് ഓർത്തിട്ട് അവരങ്ങനെ ആയല്ലോ, ഞാൻ എവിടെ എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമ്മൾ അവിടെ ഇരുത്തേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമുക്ക് ആവാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് എനിക്ക് എൻ്റെ ഉള്ളിൽ ഡയമണ്ട് ഉണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ട് കൊടുത്തിട്ട് നിങ്ങൾ 1% നിങ്ങൾ നിങ്ങളെ ഓരോ ദിവസവും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങളിൽ മിറാക്കിൾ സംഭവിക്കും. അത് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മള് കുറേ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. പല കാര്യങ്ങൾ കൊണ്ടും നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുക. അത് നമ്മളോട് തന്നെ സോറി പറയാം. ഐ എം സോറി, പ്ലീസ് ഫോർ ഗീവ് മീ എന്നുള്ള അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഐ എം സോറി, ഐ എം സോറി, പ്ലീസ് ഫോർ ഗീവ്, എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും കേട്ടോ, എൻ്റെ അടുത്ത് ക്ഷമിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ. പല അബദ്ധങ്ങളിൽ വന്നു പോയിട്ടുണ്ടാവും, നമ്മള് പെട്ടുപോയിട്ടുണ്ടാവും, പല പ്രശ്നങ്ങളിൽ പെട്ടുപോകും. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കുറേ ഇരുന്നിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ നിങ്ങളോട് തന്നെ സോറി പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളോട് തന്നെ സംസാരിക്കാൻ ഉള്ളൊരു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാണ്ട് ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊക്കെ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ ആ അത് ആദ്യം അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ ഞാൻ ഓൺ ദി സ്പോട്ടിൽ ആ സംഭവം എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് എത്തിക്കും. ഒന്നിക്കലോ ആയിരത്തെയും കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് ആ സാധനം വാങ്ങി കഴിച്ചിട്ടേ പോവുള്ളൂ. കാരണം നമ്മള് ആ സമയത്ത് വരുന്ന ആ ഇഷ്ടം അടുത്ത സമയത്ത് നമുക്ക് എന്താവില്ല, ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് കുറെ കഴിഞ്ഞതിന് ശേഷം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നല്ല വരക്കാൻ, കുഞ്ഞ് ശരിക്കിരിക്കും, നമുക്ക് നല്ല വരക്കാൻ അറിയുന്നവരുണ്ടാവും. നമ്മൾ കാര്യങ്ങളൊക്കെ നിർത്തി പാട്ട് പാടാൻ അറിയുന്നത്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടാവും. അതുപോലെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുണ്ട്. മടി കാരണം നമ്മൾ ഒന്നും ഉണ്ടാക്കാതെയും കഴിക്കാതെയൊക്കെ ഇരിക്കണം. അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാന് നിങ്ങൾ തുടങ്ങുക. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം, അത് നന്നായിട്ട് വായിക്കുന്നവരുണ്ടാവും, വായന നിർത്തിവെച്ചവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തുടങ്ങുക. അതുപോലെ തന്നെ നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തി ശപിക്കാണ്ടിരിക്കുക. ഞാൻ മടിച്ചിയാണ്, എനിക്ക് ഒരു കഴിവില്ല, ഞാൻ എത്ര ആയാലും നന്നാവൂല, ഞാൻ എന്താ ഇങ്ങനെ, എന്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയിപ്പോയി, ഈ കാര്യങ്ങളൊന്നും ഇനി സംസാരിക്കാണ്ടിരിക്കുക. നേരെ മറിച്ച് നിങ്ങൾ പോസിറ്റീവ്, ഐ എം ബ്ലെസ്ഡ്, ഐ എം ഹാപ്പി, ഐ എം ഹെൽത്തി, ഞാൻ ഡയമണ്ട് ആണ്, എൻ്റെ ഉള്ളിലെ ഡയമണ്ടിൽ ഞാൻ കണ്ടെത്തും. ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഞാൻ ബെറ്റർ ആണ്, ഞാൻ സൂപ്പർ ആണ് എന്നുള്ളത് ഇങ്ങനെ നിങ്ങളോട് തന്നെ ഇങ്ങനെ പറഞ്ഞു നോക്കി, കൊടുത്തു നോക്കി, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ ഇങ്ങനെ നല്ലത് വരാൻ തുടങ്ങും. നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉയരാൻ തുടങ്ങും. നിങ്ങൾ ചിന്തകളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ രാവിലെ നേരത്തെ നീക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള സമയം കിട്ടും, അല്ലാത്തവർക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ ഫുള്ളൊരു ഹറിബറി ഇക്കാരം. അതേപോലെ മിക്ക വീടുകളിലും ഉണ്ടാവുന്ന രാവിലത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പടയികാരം. അത് പട മീൻസ് എന്താ, പടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരക്ക്. ഏ എന്താ പറയാ, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ കൂടായിട്ട് ഭയങ്കര അതൊക്കെ എന്തുകൊണ്ടാ വരുന്നതെന്ന് അറിയോ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാത്തോണ്ടാ വരുന്നത്. അതൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ ആകുമ്പോൾ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീൽ ചെയ്ത് നിങ്ങൾ ഒരു ഭക്ഷണം അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എത്ര ആളുകൾ കഴിക്കുന്നുണ്ട്, ഓരോരുത്തർ കഴിക്കുക, എത്ര ആളുടെ ഹെൽത്ത് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സെൽഫിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക, നമ്മളെ ഹെൽത്തിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് നോക്കാൻ തുടങ്ങുക. അതേപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയങ്ങൾ കണ്ടെത്തുക, വർക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മടിയന്മാർക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഇത്.
മടി മാറ്റണം ആദ്യം. നാളെ നന്നാവാ, നാളെ നന്നാവാ, നാളെ നന്നാവാ എന്ന് പറഞ്ഞിരുന്നാല് ഒരിക്കലും നന്നാവലുണ്ടാവില്ല. നാളുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനം എടുക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. ആദ്യം നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കോളി. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ താനെ വന്നോളൂ. പ്രശ്നത്തിന്റെ മുകളിലൂടെ നമുക്ക് പറക്കാൻ കഴിയും. എന്ത് വന്നാലും ഓക്കെ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല, അതവിടെ നടന്നോട്ടെ, ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. അതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മറ്റുള്ളവരായിട്ട് നിങ്ങളെ താരതമ്യം ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും മാജിക് ആണ്, നിങ്ങളുടെ ഉള്ളിലാണ് ഡയമണ്ട് ഉള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ അകത്തേക്ക് നോക്കാൻ നമ്മൾ പഠിച്ചു തുടങ്ങുക. ആദ്യം നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സോറിടാ പറഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടെ എന്നുണ്ടാവൂട്ടാ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, നിങ്ങളൊന്ന് നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ണാടിയിൽ നോക്കുന്ന ആള് ഞാൻ തന്നെ ഇക്കാരം. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. മേക്കപ്പ് ഇടാനല്ല, ഇങ്ങനെ എന്നോട് തന്നെ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി പറയാന് എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ ഡേ ഒന്ന് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ റീൽസ് കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് പോകും. സീരിയൽ കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ നമ്മളാണ്ട് സ്റ്റോപ്പ് ആക്കിയിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ എന്താവും, നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും നമ്മുടെ കുട്ടികളുടെ കൂടെ കളിക്കാനും എല്ലാത്തിനും സമയം കണ്ടെത്താനും നമുക്ക് പറ്റുകയും ചെയ്യും. നമ്മൾ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിരിക്കും ആ ദിവസം ഫുൾ. ഓരോ ദിവസം തുടക്കം മുതൽ അവസാനം കിടക്കുന്നത് വരെ നമ്മൾ ഫുള്ളി ഹാപ്പി ആയിരിക്കും. നമ്മുടെ വീട്ടുകാരെന്നെ ചോദിക്കും എന്താ നിനക്ക് പറ്റിയത്. അതേപോലെ തന്നെ നിന്റെ കൂടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേക ഒരു വൈബ്രേഷൻ ആണ് കേട്ടോ. നിന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എനർജിയാണ് കേട്ടോ നിങ്ങൾ പറയാൻ തുടങ്ങും. അത് ചിലപ്പോൾ നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ കുറ്റങ്ങൾ മാത്രം കാണുന്നവർ കൂടെ ഉണ്ടാവും. പക്ഷെ അവരല്ലെങ്കിൽ നമ്മളെ കൂടെ നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക വൈബ്രേഷൻ നമ്മുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടാൻ തുടങ്ങും. കുറ്റപ്പെടുത്തുന്നവർ പോലും കുറച്ച് പതുക്കെ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ട് മാറും എന്നുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യല് സ്റ്റോപ്പ് ആക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു തുടങ്ങുക. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.